ജനാസകളുണ്ടല്ലോ. ഒരു വക്തിന് ഏറ്റവും 5-ൽ കുറയാതെ 10, 15, 20 വരെ പോകുന്ന സമയങ്ങളുണ്ട്. ഇന്ന് ജനാസ സംസ്കാരം ഉണ്ടായിരുന്നോ? ഉണ്ട്. സുബൈക്ക് നമ്മൾ നമസ്കരിച്ചിട്ടുണ്ട്. എല്ലാ വക്തികളിലും ഉണ്ടാകാറുണ്ട്. ആ ജനാസ നമ്മൾ ആ ബ്രിഡ്ജിന്റെ താഴെ കൂടി ഒരു റോഡുണ്ട്, ഒരു പ്രത്യേക വഴിയുണ്ട്. അതിലൂടെ ഒരു പ്രത്യേക വാഹനത്തിലാണ് കൊണ്ടുവന്നിട്ട് ഇതിലിങ്ങനെ കൊണ്ടുവന്നിട്ട് ഇതിന്റെ പിറകില് കുറെ ആംബുലൻസുകൾ ഉണ്ടാവും. ഇവിടുന്ന് ആംബുലൻസിലേക്ക് മാറ്റിയിട്ടാണ് ഇവിടെയുള്ള 3ാമത്തെ മക്ബറയിലേക്കാണ് ഇപ്പോൾ ഖബറടക്കത്തിൽ കൊണ്ടുപോകുന്നത്. ഏതാണ്ട് നമ്മൾ ത്വായിഫിലേക്ക് പോകുന്ന ഭാഗത്താണ്. 32 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്. ഇപ്പോൾ നമ്മൾ നമസ്കരിക്കുന്ന ജനാസകൾ ഖബറടക്കുന്നത്. പക്ഷെ ഇൻഷാ അല്ലാഹ് നമ്മള് റഖം വാഹിദ് എന്ന് പറയുന്ന അല്ല, ഇവിടുത്തെ ഏറ്റവും വലിയ ഖബർസ്ഥാൻ, 1400 വർഷങ്ങൾക്ക് മുമ്പുള്ള മക്കയിലെ ഏറ്റവും വലിയ ഖബർസ്ഥാൻ നമ്മൾ ഇന്ന് സന്ദർശിക്കും. മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹ അടക്കമുള്ള മഹാന്മാരായ സ്വഹാബികളുടെ ഔലിയാക്കളുടെ ഖബറിടം സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങൾ ഇൻഷാ അല്ലാഹ് ഖബർസ്ഥാന്റെ അടുത്തേക്കാണ് നമ്മൾ പോവുക. അപ്പൊ ഞാനിത് കാണിച്ചു തന്നത്, ഇത് ആംഗിൾ കാണിച്ചെന്നാണ്. ഇങ്ങനെ ഇതിന്റെ പിറകിലൂടെയാണ് മയ്യത്തുകൾ ജനാസകൾ കൊണ്ടുവരുന്നത്. നമ്മുടെ ഫ്രണ്ടിലേക്ക് നമ്മൾ കാണൂല. ആരെ കണ്ടല്ലോ, ഇതിന്റെ അടിയിൽ കൂടെ ഇങ്ങനെയാണ് കൊണ്ടുപോകുക.